വ്യാജ പീഡന കേസിൽ നിന്ന് വെറുതെ വിട്ട കോളേജ് അധ്യാപകൻ സിപിഐഎമ്മിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സിപിഐഎം നേതാവ് എസ് രാജേന്ദ്രൻ. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുമായി പാർട്ടിക്കോ തനിക്കോ ബന്ധമില്ല. പരാതി നൽകിയതോടെ അധ്യാപകൻ ക്രൂരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ തന്നെ സമീപിച്ചതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ വ്യാജ പീഡന പരാതി തയ്യാറാക്കിയത് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണെന്ന് അധ്യാപകൻ ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചിരുന്നു. പാർട്ടി ഓഫീസിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല. പരാതി എഴുതി തയ്യാറാക്കി അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. കൂടാലോചന നടത്തി ചെയ്യിച്ചാറുമില്ല. ഇത് എനിക്ക് ഇപ്പോഴത്തെ ഓർമ്മയിൽ ഒരു കുട്ടി മാത്രമാണ് ധൈര്യപ്പെട്ട് പരാതി അന്ന് കൊടുത്തതിന് ശേഷമാണ് എന്നെ കണ്ടത്. ആ കുട്ടി വിവാഹം ചെയ്തിട്ടുള്ള കുട്ടിയാണ്. വിവാഹിതയായതുകൊണ്ടാണ് അവളുടെ ഭർത്താവും എന്നെ വന്ന് നേരിൽ കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ വനിതാ കമ്മീഷൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, പരീക്ഷ കാലഘട്ടത്താണ്, ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുന്നു, ശല്യമാണ്, പരീക്ഷയിൽ നീ പാസ്സാകണ്ടേ, കോപ്പി അടിക്കണ്ടേ, എല്ലാ സൗകര്യം ചെയ്തു തരാം, നീ എനിക്ക് സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞതിൻ്റെ ബേസിലാണ് അന്ന് അവർ കേസിന് പോയതായിട്ട് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് വെച്ചാൽ സഹായം, പിൻബലം എല്ലാം തരാം. അങ്ങനെ ഒരു വിദ്യാലയത്തിൽ ഒരു അധ്യാപകൻ ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് അന്ന് MLA എന്നുള്ള നിലയ്ക്ക് എടുത്തിട്ടുള്ളൂ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. ഓണക്കാലമാണ്, പക്ഷേ വിവാദങ്ങളുടെ കൂടി ഒരു ഓണമായി മാറുകയാണ്. പ്രത്യേകിച്ചും പാർട്ടിക്കെതിരെ ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ എസ് രാജേന്ദ്രന്റെ പേരെടുത്താണ് പറയുന്നത്. അതിലിപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അനുസരിച്ച് അദ്ദേഹത്തിന് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്നതാണോ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. കോപ്പിയടി പിടിച്ചതിലുള്ള പകയെ തുടർന്നായിരുന്നു ഈ അധ്യാപകനെ വ്യാജ പീഡന കേസിൽ കുടുക്കിയത്. അതിനുശേഷം 11 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ അധ്യാപകനെ കോടതി വെറുതെ വിട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആരോപണ വിധേയനായ അധ്യാപകൻ എസ് രാജേന്ദ്രനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ദേവികുളം MLA ആയിരുന്നു എസ് രാജേന്ദ്രൻ. ഈ വിദ്യാർത്ഥികളെ കൊണ്ട് പരാതി എഴുതി നൽകിച്ചത് എസ് രാജേന്ദ്രൻ ആണെന്നും പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഈ പരാതി എഴുതി നൽകിയതെന്നുമായിരുന്നു ഈ ആരോപണ വിധേയനായിട്ടുള്ള ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പരാതിയുമായി പാർട്ടിക്കോ തനിക്കോ യാതൊരു ബന്ധവുമില്ല. നിരന്തരമായി ഈ അധ്യാപകനിൽ നിന്നും വിദ്യാർത്ഥികൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പരാതി നൽകുകയായിരുന്നു. ആ പരാതി നൽകിയ ശേഷമാണ് ഒരു MLA എന്ന നിലയിൽ തന്റെ ഓഫീസിലെത്തുകയും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് അന്നത്തെ കോളേജ് പ്രിൻസിപ്പലിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നതായും എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ഈ അധ്യാപകനെ കുറ്റപ്പെടുത്തി തന്നെയാണ് എസ് രാജേന്ദ്രൻ സംസാരിക്കുന്നത്. ഈ 5ഓളം പെൺകുട്ടികൾ ഈ അധ്യാപകനെതിരെ നിരന്തരം പരാതി നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും 11 വർഷത്തിന് ശേഷം ഈ അധ്യാപകനെ കോടതി വെറുതെ വിടുമ്പോഴും മുൻ MLAയും അതോടൊപ്പം തന്നെ CPM നേതാവുമായിട്ടുള്ള എസ് രാജേന്ദ്രൻ ഇപ്പോഴും ഈ അധ്യാപകനെ പഴിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട കാര്യം, ഈ പരാതി വ്യാജമാണെന്ന് യൂണിവേഴ്സിറ്റി തന്നെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും വിവാദങ്ങൾക്കൊടുവിൽ എസ് രാജേന്ദ്രൻ പ്രതികരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും അധ്യാപകൻ എസ് രാജേന്ദ്രനെതിരെ നിലപാടെടുത്ത് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സുജയ.